ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 ദിവസമായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. എനിക്കിങ്ങനെ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത്. ഒരു ചേച്ചി ലേറ്റസ്റ്റ് വാങ്ങിച്ച് കുറച്ച് ഗ്യാസ് സ്റ്റാൻഡ് കുക്ക് വെയർസ് അൺബോക്സ് ചെയ്യുന്നു. അപ്പോൾ ഞാനോർത്ത് എൻ്റെ ഇന്നത്തെ വീഡിയോയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്യാസ് സ്റ്റാൻഡ് കളക്ഷൻസ് കുക്ക് വെയർസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഒരു 2 വർഷം മുൻപേ ഹസ്ബൻഡ് എനിക്ക് ഇൻഡസ് വാലിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ്. ഇതിൽ കുക്ക് ചെയ്യണമെന്നും പറഞ്ഞാണ് വാങ്ങിച്ചു തന്നത്. പക്ഷേ ഞാനത് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് ഉപയോഗിക്കാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര വെയിറ്റാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് തുടച്ച് എണ്ണ വരട്ടി വെച്ചില്ലെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മൊത്തം തുരുമ്പിക്കും. അപ്പച്ചട്ടിയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയത്, അപ്പച്ചട്ടി അത് സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയത് വക്കിങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു. പക്ഷെ അവർ കൊണ്ടുപോയില്ല, റിട്ടേണിന് കൊടുത്തു. പകരം എനിക്ക് പുതിയൊരെണ്ണം അയച്ചു തന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അപ്പച്ചട്ടി ഗിഫ്റ്റായിട്ട് അവരെനിക്ക് തന്നു. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ഇത് ഈ അപ്പച്ചട്ടി ഞാൻ എടുക്കാത്തത് കൊണ്ട് എണ്ണ വരട്ടി വെച്ചിട്ടും ഇതിലിങ്ങനെ പശ പോലെ ഇങ്ങനെ കൈ പറ്റുമായിരുന്നു. മറ്റ് പാത്രങ്ങളിലൊക്കെ ചില കെമിക്കൽ കോട്ടിങ്സ് ഒക്കെ കാണും. കുറച്ച് നാൾ കഴിയുമ്പോൾ കോട്ടിംഗ് ഒക്കെ ഇളകിപ്പോകും. പക്ഷേ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് ഇതിൽ കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല, ഇത് ഡ്യൂറബിളുമാണ്. അപ്പോൾ ഇത്തരം കുക്കേഴ്സിലൊക്കെ ഫുഡ് കുക്ക് ചെയ്യുന്നതാണ് ഹെൽത്തി. ഇത് ഈ ഫ്രൈ പാൻ ഞാൻ എടുക്കാഞ്ഞുകൊണ്ട് ബാക്കെല്ലാം ഇതിൻ്റെ പുറവശം എല്ലാം ഭയങ്കരമായിട്ട് തുരുമ്പിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗ്യാസ് സ്റ്റാൻഡ് കുക്ക് വെയർ കളക്ഷൻസ്. പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.